കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു പുതിയ കേളിംഗ് മെഷീൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത് പലരും കണ്ടിട്ടുള്ളതായിരിക്കും. പക്ഷേ അതിപ്പോൾ നമുക്കിവിടെ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേറ്റൻറ്റ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഇതിന് മുന്നുണ്ടായിരുന്ന ഒരു കമ്പനിയുടെ സാധനം മാർക്കറ്റിൽ നിന്ന് പിൻവലിക്കേണ്ട വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ ആ പേറ്റൻ്റുള്ള മെഷീൻ തന്നെ ബേബിലിസ് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു, കേൾ ചെയ്യണം എങ്ങനെയാണെന്നുള്ളത്. പലരും എന്നോട് പറഞ്ഞു ഞങ്ങൾ 2000 രൂപയ്ക്ക് ആ സാധനം മേടിച്ചു, വന്നിട്ട് കേൾ ചെയ്തിട്ട് മുടി അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി ആകെ പ്രശ്നമായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിത് ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തോന്നി. ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കേൾ ചെയ്തിട്ട് നിങ്ങളുടെ ബ്രൈഡിനെ ഒരുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മെഷീനാണ്. മാത്രമല്ല പലരും ബ്രൈഡിനെ ചെയ്യുമ്പോൾ മുഖത്ത് ടോങ് കൊണ്ടിട്ട് പൊള്ളുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ നിങ്ങളുടെ കൈ തന്നെ പൊള്ളാനുള്ള സാധ്യത. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന രീതിയിൽ ഉള്ളൊരിത് കാണിച്ചു തരണം. അതോടൊപ്പം തന്നെ ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ മുടി ഞാനിപ്പോൾ ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനല്ല, പിള്ളേർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യണതേ ഉള്ളൂ. ഈ കോമ്പ് വെച്ചിട്ടായിരിക്കണം ചെയ്യേണ്ടത്, പാഡിൽ കോമ്പ് ഒപ്പം ടെയിൽ കോമ്പ്. അപ്പോൾ ഞാനിത് എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ കാണിച്ചു തരാം. ഇതാണ് മെഷീൻ ബേബിലിസിൻ്റെ. ഇവിടെ അത് ഓണാക്കാനാണ് ഞാൻ ഓൾറെഡി ഓണാക്കി ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു പിക്ചർ വരുന്ന ഭാഗമുണ്ട്. ഇതെപ്പോഴും നമ്മൾ ചെയ്യുന്ന ആളുടെ ഫേസിനോട് ചേർന്നിട്ടായിരിക്കണം വരേണ്ടത്. ഒപ്പം ഇതിൻ്റെ ഒരു 2 രീതിയിലുള്ള ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഈ മെഷീനിൽ തന്നെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് വെച്ചിട്ട് കേൾ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇത് സെറാമിക്കിൻ്റെ ആണ് ഇതിൻ്റെ ഉള്ള പ്ലേറ്റ്. വളരെ സേഫാണ്. ഒരു കാരണവശാലും നമുക്ക് പേടിക്കേണ്ടതായിട്ടുള്ള യാതൊന്നുമില്ല. വളരെ സേഫായിട്ട് നമുക്ക് ഹെയർ കേൾ ചെയ്യാവുന്ന ഒരു മെഷീനാണ്. എങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പിടിക്കരുത്, എപ്പോഴും നേരെ തന്നെ നിൽക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്നും ചെയ്യേണ്ട. നമ്മൾ ഒരു കാരണവശാലും വൺസ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിടരുത്. ഇത് കംപ്ലീറ്റ് കേളായതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് സൗണ്ട് കേൾക്കാം. അത് ലോങ് ആയിട്ടുള്ള സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് റിലീസ് ചെയ്യാം. പിന്നെ ആദ്യം ഞാൻ ഇവിടെ ഹെയറിൽ പിടിക്കുക, അതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി ചെറിയ തിന്നായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കണമെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് കേൾ ചെയ്ത് കിട്ടും. ഇത് 2-3 സ്റ്റാൻഡും കൂടെ ഞാൻ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കേൾ ചെയ്യാൻ പറ്റും. ഈ അലാം ലോങ് ആവണ സമയത്ത് ജസ്റ്റ് ഇവിടെ ഹെയറിലൊന്ന് പിടിച്ചു കൊടുക്കുക, എന്നിട്ട് ഓപ്പൺ ചെയ്യുക, വിടുക. അപ്പോൾ ഇതാണ് ആ മെഷീൻ. ഗ്യാരണ്ടി ഉള്ള മെഷീനാണ്. ബേബിലിസ് എന്ന് പറഞ്ഞിട്ട് ഫ്രാൻസിൻ്റെ മെഷീനാണ്. നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട്, കാരണം ഞാനത് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ പിന്നെ നിങ്ങളുടെ കാര്യം പറയണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ തന്നെ അത് ചെയ്ത് കാണിച്ചത്. അപ്പോൾ അത്ര സിമ്പിളായിട്ട് ഇതിൽ അതിൻ്റെ പ്രവർത്തന രീതികളൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കേൾസ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മെഷീനാണ്. വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ കഴിയും. ആളുടെ പൊള്ളു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ റേറ്റ് കൂടി പറയാം. ഇതിൻ്റെ MRP റേറ്റ് നമുക്ക് വരുന്നത് 12,975 രൂപയാണ്. അതിൽ നമ്മളുടെ ഒരു എനിക്ക് തോന്നുന്നു 15% ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള റേറ്റിനായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ആകെ 3 മെഷീനാണ് ഇനിയിപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ആർക്കെങ്കിലും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മൊബൈൽ നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യാം. മൊബൈൽ നമ്പർ നമ്മളുടെ ഇതിൽ താഴെ തന്നെ ഉണ്ടാവും, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അതല്ലെങ്കിൽ
ഞാൻ താഴെ തന്നെ കൊടുക്കാം. അപ്പോൾ ഇതാണ് ആ മെഷീൻ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന മെഷീൻ. വളരെ സിമ്പിളാണ്. ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ 2 തരത്തിലുള്ള ഹീറ്റ്. നമ്മളുടെ മുടിയുടെ ടെക്സ്ചർ അനുസരിച്ച് സെൻസിറ്റീവ് ഹെയർ ആണെങ്കിൽ ചൂട് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഒരു നോബിൽ ഇടാൻ പറ്റും, അടുത്താണെങ്കിൽ അടുത്തേൽ ഇടാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് സെറാമിക് പ്ലേറ്റാണ് അകത്ത് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള കേൾസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു മെഷീൻ പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അത് ചെയ്യുന്ന ഒരു 3-4 സ്റ്റാൻഡ് മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ. അങ്ങനെ നമുക്ക് വേഗം ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെഷീൻ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്ക് തൽക്കാലം ബൈ.